ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മുഫ്തി മെങ്കിനെ കുറിച്ചാണ്. അദ്ദേഹം നേരായ പാതയിൽ നിന്ന് തെറ്റായ പാതയിലേക്ക് വ്യതിചലിച്ച ഒരു വ്യക്തിയാണ്. ബാറക്കല്ലാഹു ഫീക്കും. അങ്ങനെ പറയാൻ കാരണം, മുഫ്തി മെങ്ക് ഇന്ത്യൻ വംശജനാണ്. പക്ഷെ അദ്ദേഹം മദീന സർവകലാശാലയിൽ നിന്നാണ് വിദ്യാഭ്യാസം നേടിയത്. അവിടെ നിന്ന് ബിരുദവും നേടി. എന്നാൽ അസാധാരണമായൊരു കാര്യമാണ്, അദ്ദേഹം പിന്നീട് ഇന്ത്യയിലെ ദിയോബന്ദി മുഫ്തി പാഠ്യ പദ്ധതി പഠിക്കാൻ വേണ്ടി പോവുകയും അദ്ദേഹം അത് പൂർത്തിയാക്കുകയും ചെയ്തു. ബാറക്കല്ലാഹു ഫീക്കും. മുഫ്തി എന്ന് പറഞ്ഞാൽ ഫത്വ നൽകാൻ കഴിവുള്ളൊരു പണ്ഡിതനെ ഉദ്ദേശിക്കുന്നത്. മദീനയിൽ പഠിച്ചതിന് ശേഷം അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ ഒരു അനുഗ്രഹമാണ്. ബാറക്കല്ലാഹു ഫീക്കും. പക്ഷെ എന്നിട്ട് പിന്നെ ഒരു മുഫ്തി ആകാൻ വേണ്ടി, അതിൻ്റെ സർട്ടിഫിക്കറ്റും കോഴ്സിനും വേണ്ടി ദിയോബന്ദിയിലേക്ക് പോകേണ്ട ആവശ്യം എന്താണ്? ഇത് നന്മയിൽ നിന്ന് തിന്മയിലേക്ക് പോകലല്ലേ? ബാറക്കല്ലാഹു ഫീക്കും. കാരണം മദീന യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സലഫി രീതിശാസ്ത്രം, സലഫി മൻഹജ്, അതിൻ്റെ വിജ്ഞാനം നേടുകയും അതെന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷം പിന്നെ പോകുന്നത് എങ്ങോട്ടാ? ഷിർക്കും ബിദ്അത്തും അന്ധവിശ്വാസങ്ങളും വ്യാപകമായൊരു പഠനശാലയിലേക്കാണ്. ബാറക്കല്ലാഹു ഫീക്കും. അദ്ദേഹം അവിടെ താമസിക്കുകയും അവരുടെ മസ്ജിദുകളിൽ പ്രഭാഷണം നടത്തുകയും അങ്ങനെ അവരുടെ പ്രത്യേക കർമ്മശാസ്ത്രം മാത്രം പഠിച്ചുകൊണ്ട് മതപര വിധിന്യായങ്ങൾ പുറപ്പെടുവിക്കുന്നത് അതെങ്ങനെ പ്രയോജനം ചെയ്യുക? ബാറക്കല്ലാഹു ഫീക്കും. കാരണം ഈ ദിയോബന്ദിനെ സംബന്ധിച്ചിടത്തോളം അവിടെ തൗഹീദ് പഠിപ്പിക്കുന്നുണ്ട്. ശരിയായ തൗഹീദ് തന്നെ പഠിപ്പിക്കുന്നുണ്ട്, സുന്നത്തും പഠിപ്പിക്കുന്നുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. എന്നാൽ അവിടെ തെറ്റായ വിശ്വാസം പഠിപ്പിക്കുന്നുണ്ട്, ഷിർക്കും ബിദ്അത്തും ഒക്കെ ഉണ്ട്. അവിടുത്തെ മൻഹജ് എന്താണെന്ന് വെച്ചാൽ അത് സലഫി മൻഹജല്ല, സലഫു സാലിഹുകളുടെ മൻഹജല്ല. സലഫു സാലിഹുകളുടെ മൻഹജ് എന്ന് പറഞ്ഞാൽ സഹാബാക്കൾ റളിയല്ലാഹു അൻഹുവിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മൻഹജല്ല. ബാറക്കല്ലാഹു ഫീക്കും. അവിടുത്തെ മൻഹജ് എന്താണെന്ന് വെച്ചാൽ പരസ്പരം വിമർശിക്കാൻ പാടില്ല. അപ്പോൾ തൗഹീദ് ശരിയായവർ, അവിടെ വിശ്വാസം തെറ്റായവരുണ്ടെങ്കിൽ അത് വിമർശിക്കാൻ പാടില്ല. ബാറക്കല്ലാഹു ഫീക്കും. അത് ഇസ്ലാമികപരമായി ശരിയല്ലല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏതൊരു പ്രവാചകനും വന്നത് ഷിർക്കിനെതിരെ സംസാരിക്കാനല്ലേ, തൗഹീദ് സംസാരിക്കാനല്ലേ. ബാറക്കല്ലാഹു ഫീക്കും. സൂറത്തുൻ നഹലിലെ ആയത്താണ്, അനിയബുദുല്ലാഹ ലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അനിയബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. എല്ലാ സമൂഹത്തിലും നാം ദൂതന്മാരെ അയച്ചത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനും അള്ളാഹു അല്ലാത്ത ഇതിനെ ആരാധിക്കുന്നത് വെടിയാനുമാണ്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇതാണ് ദിയോബന്ദ് മൻഹജ്. അപ്പോൾ സലഫി മൻഹജ് അദ്ദേഹം മദീന യൂണിവേഴ്സിറ്റി പഠിച്ചിട്ട് നേരെ പോകുന്നതിനാണ്, ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണോ? ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ മറ്റൊന്ന്, ഈ ദിയോബന്ദിലുള്ള പ്രശ്നം, അവിടെ ഹനഫി മദ്ഹബാണ്, അതിൽ പക്ഷപാതിത്വം കാണിക്കുന്നവരാണ്. കാരണം ഹനഫി മദ്ഹബിൻ്റെ അഭിപ്രായത്തിന് എതിരായിട്ട് വ്യക്തമായിട്ട് അള്ളാഹുവും റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു തെളിവ് കിട്ടിയാൽ അവരത് അംഗീകരിക്കൂല. അവർ ഹനഫി മദ്ഹബ് തന്നെ ഉറച്ചു നിൽക്കുന്നവരാണ്. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് മുഫ്തി മെങ്കിന് എന്ത് സംഭവിച്ചു?
അദ്ദേഹം പൊതുവായിട്ട് തൗഹീദിനെക്കുറിച്ചും ഷിർക്കിനെക്കുറിച്ചും ബിദ്അത്തുകളെക്കുറിച്ചൊക്കെ പറയുമെങ്കിലും അദ്ദേഹം അതിൻ്റെ വിശദാംശങ്ങളിലേക്കും വിശദീകരണത്തിലേക്കും പോവുകയില്ല. വിശ്വാസം, വ്യത്യസ്തമായ വ്യതിചലിച്ച വിശ്വാസങ്ങൾ, പ്രത്യേകമായ ബിദ്അത്തുകൾ അത് പഠിപ്പിക്കൂല, അതിനെതിരെ സംസാരിക്കൂല. ബാറക്കല്ലാഹു ഫീക്കും. ഖുർആനിൽ ഉള്ള ആയത്തുകളല്ലേ, തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വെടിയുകയും ചെയ്യണമെന്നത് അത് കൽപ്പനയാണ്. ബാറക്കല്ലാഹു ഫീക്കും. പ്രത്യേകിച്ച് ഇദ്ദേഹം ഒരു മുഫ്തി എന്ന് പറയുമ്പോൾ അത് ഒരു പണ്ഡിതന്റെ പാഠ്യപദ്ധതിയാണ്. അപ്പോൾ അദ്ദേഹം എങ്ങനെ മൗനം പാലിക്കുക? ബാറക്കല്ലാഹു ഫീക്കും. അതുപോലെ ബിദ്അത്തിനെതിരെ എങ്ങനെ സംസാരിക്കാതിരിക്കുക? ബിദ്അത്ത് പാടില്ല എന്ന് മാത്രം പറഞ്ഞതും കൊണ്ട് ആയില്ലല്ലോ. അതിൻ്റെ വിശദാംശങ്ങളിലേക്കും പ്രത്യേകം ഇതൊക്കെ ബിദ്അത്താണ്, ഓരോ കക്ഷികളിലും കാണുന്ന ബിദ്അത്തുകൾ, അതിനെതിരെ ഓരോ കക്ഷികളിലും കാണുന്ന, ഓരോ സംഘടനകളിലും കാണുന്ന തെറ്റായ വിശ്വാസങ്ങൾ, അത് ജനങ്ങളെ പഠിപ്പിക്കുകയും അതിനെതിരെ സംസാരിക്കുകയും വേണ്ടേ? എല്ലാ വെള്ളിയാഴ്ച ജുമാക്കും എല്ലാ നിക്കാഹ് നടത്തുമ്പോഴും എല്ലാ ദർസ് എടുക്കുമ്പോഴും പറയുന്നതല്ലേ കുല്ലു ബിദ്അത്തിൻ ദലാല വകുല്ല ദലാലത്തിൻ ഫിന്നാർ. ആ താക്കീത് നൽകുന്നതല്ലേ. എല്ലാ ബിദ്അത്തുകളും ദുർമാർഗമാണ്, എല്ലാ പുത്തനാചാരങ്ങളും ദുർമാർഗമാണ്, എല്ലാ ദുർമാർഗവും നരകത്തിലാണെന്ന് താക്കീത് നൽകുന്നതല്ലേ. അപ്പം ഈ നരകത്തിൽ പോകുന്ന താക്കീത് നൽകിയാൽ മതിയോ? അതെന്താണെന്ന് സമൂഹത്തോട് പഠിപ്പിച്ചു കൊടുക്കണ്ടേ? എന്താണ് ബിദ്അത്ത്, എന്തൊക്കെയാണ് ബിദ്അത്തുകൾ, അതിൻ്റെ ഇനങ്ങൾ, അത് ഓരോ സംഘടനയിലും കക്ഷികളുള്ള ബിദ്അത്തുകൾ, അതിനെക്കുറിച്ചൊന്നും ഈ മുഫ്തി എന്തില്ല, സംസാരിക്കൂല. പൊതുവായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകും. പിന്നെ അദ്ദേഹം കുടുംബ ബന്ധങ്ങൾ നന്നാക്കുക, അയൽപ്പക്ക ബന്ധങ്ങൾ നന്നാക്കുക, സദഖ ചെയ്യുക എന്ന നല്ല നല്ല ഇസ്ലാമിൽ ഇങ്ങനത്തെ എന്താണ് ആർക്കും അംഗീകരിക്കുന്ന, അതേ സമയത്ത് ഒരുവിധം എല്ലാവർക്കും അറിയുന്ന വിഷയങ്ങൾ ഇങ്ങനെ പറയും. ബാറക്കല്ലാഹു ഫീക്കും. മറ്റൊന്ന് അദ്ദേഹം പറയുന്നൊരു തത്വമാണ്, ഇത് അധിക ബിദ്അത്ത് കക്ഷികളും പറയുന്ന തത്വമാണ്. ഈ സംഘടനകളും കക്ഷികളും എതിർക്കൂല, പിന്നെന്താ പറയാ, അതിൽ നല്ലതെടുത്തോ, ചീത്ത നിങ്ങൾ വെടിഞ്ഞോ. ബാറക്കല്ലാഹു ഫീക്കും. ഒരു സാധാരണക്കാരൻ എങ്ങനെയാണ് ഒരു സംഘടനയിലോ ഒരു കക്ഷിയിലോ ഉള്ള നല്ലതേതാ ചീത്ത ഏതാണെന്നറിയാം? അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാതെ, പഠിപ്പിച്ചു കൊടുക്കാതെ. ഇപ്പോൾ സമസ്തയിൽ എല്ലാവരും ചെയ്യുന്ന ഷിർക്ക് അതവർക്ക് നല്ലതാണ്, അതവർ നല്ലതായിട്ടാണ് കാണുന്നത്. അതേപോലെ വിവിധ സംഘടനകളിൽ കാണുന്ന ബിദ്അത്തുകൾ അതൊക്കെ അവർക്ക് നല്ലതാണ്. അപ്പോൾ അവരൊക്കെ നല്ലത് എന്ന് അവർക്ക് അവർ തോന്നിയിട്ടാണ് അതൊക്കെ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും. ഇത് അള്ളാഹു തന്നെ വ്യക്തമാക്കിയതാണ്. അവർക്ക് നല്ലത് എന്ന് തോന്നുന്നതായി ശൈത്താൻ തോന്നിപ്പിക്കുന്നതാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, അധ്യായം 35 വചനം 8, അഫമൻ സുയ്യിന ലഹു സൂഉ അമലിഹി ഫറആഹു ഹസനൻ. അപ്പോൾ തൻ്റെ ദുഷ്പ്രവൃത്തി തനിക്ക് ഭംഗിയായി കാണിക്കപ്പെടുകയും എന്നിട്ട് അതിനെ നല്ലതായി കാണുകയും ചെയ്തിട്ടുള്ള ഒരുവനോ. അപ്പോൾ ഇവിടെ ദുഷ്പ്രവൃത്തി എന്താണെന്ന് തഫ്സീർ ബഗവീർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പഠിച്ച സഹാബാക്കളിൽ നിന്ന് നേരിട്ട് പഠിച്ച താബീങ്ങൾ, അതിലെ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഈ ദുഷ്പ്രവൃത്തി അത് ഷിർക്കും ബിദ്അത്തുമാണ് എന്ന്. അതിനെ ശൈത്താൻ ഭംഗിയായി കാണിക്കുമെന്നാണ് ഈ ആയത്തിൽ പറയുന്നത് എന്ന്. അങ്ങനെ അതിനെ നല്ലതായിട്ട് കാണിക്കും. ഇതിൽ വൻപാപങ്ങളായ വ്യഭിചാരം, മോഷണം, കൊല ഇതൊന്നും വരുന്നില്ല. കാരണം എന്താ? ഈ ദുഷ്പ്രവൃത്തികളൊക്കെ ഒരുവിധം അമുസ്ലിങ്ങൾക്കും, ബുദ്ധിയുള്ള അമുസ്ലിങ്ങൾക്കും സംസ്കാരമുള്ള അമുസ്ലിങ്ങളും ഇതൊക്കെ ദുഷ്പ്രവൃത്തി തന്നെയായിട്ടാണ് കാണുന്നത്, അതിനെ നല്ലതായിട്ട് കാണുന്നില്ല. എന്നാൽ ഷിർക്കോ, അത് അമുസ്ലിങ്ങൾ ഷിർക്ക് ചെയ്യുമ്പോഴും മുസ്ലിങ്ങൾ ഷിർക്ക് ചെയ്യുമ്പോഴും അവർക്കത് നല്ലതാണ്. അതേപോലെ ബിദ്അത്തുകൾ നല്ലതാണ്. അതുകൊണ്ട് ഇതിൻ്റെ തഫ്സീറിൽ മഹാന്മാരായ പണ്ഡിതന്മാർ, സഹാബാക്കൾ നേരിട്ട് പഠിച്ച റളിയല്ലാഹു അൻഹു, താബീങ്ങൾ റഹിമഹുമുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഈ ആയത്തിൽ ബിദ്അത്തും ഷിർക്കും പെടാ.
ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് നല്ലതെടുക്കുക, ചീത്ത വെടിയുക എന്ന് പറഞ്ഞാൽ അധിക മുസ്ലിങ്ങളും ഈ സമൂഹത്തിൽ നല്ലതെന്ന് വിചാരിച്ച് ചെയ്യുന്നതൊക്കെ എന്താണ്? ദുഷ്പ്രവൃത്തിയാണ്. അത് ശൈത്താനാണ് നല്ലതായിട്ട് തോന്നിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ സലഫി മനഹജല്ല. അതുകൊണ്ടാണ് മുഫ്തി മെങ്ക് സലഫിയത്തിലില്ല ഇപ്പം. സലഫി മനഹജല്ല പിൻപറ്റുന്നത്. കാരണം സലഫി മനഹജിൽ നല്ലതെടുക്കുക, ചീത്ത വെടിയുക എന്ന് പറയുന്നില്ല. സഹാബാക്കൾ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഈ അബദ്ധം സംഭവിക്കുന്നു. ദുഷ്പ്രവർത്തികളെ നല്ലതായിട്ട് കാണുന്നു. അതേപോലെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുല്ലു ബിദ്അത്തിൻ ദലാല. എല്ലാ പുത്തനാചാരങ്ങളും ബിദ്അത്തുകളും ദുർമാർഗമാണ്. മൻ റാ ഹസനൻ. എന്നാൽ അത് ജനങ്ങൾ പക്ഷെ അത് നല്ലതായിട്ട് കാണും. കണ്ടോ? ബാറക്കല്ലാഹു ഫീക്കും. സഹാബാക്കളും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് അള്ളാഹ് പഠിപ്പിച്ചതാണ്. ആ ബിദ്അത്തുകളെ, ശിർക്കിനെ, ആ ദുഷ്പ്രവർത്തിനെ നല്ലതായിട്ടാണ് കാണുക. അത് ശൈത്താൻ തോന്നിപ്പിക്കുന്നതാണ്. പൊതുവെ ഇങ്ങനത്തെ യൂട്യൂബ് പ്രാസംഗികർ, നമ്മൾ ഏതൊരു യൂട്യൂബ് പ്രാസംഗികനെ കണ്ടാൽ വലിയ താടി, നല്ല വേഷം കണ്ട ഇങ്ങനെ കുറേ നല്ല നല്ല കാര്യങ്ങൾ പറയുക, ഖുർആനും ആയത്തുകളൊക്കെ പറയുക, ഹദീസുകളൊക്കെ പറയുക, നമ്മൾ പെട്ടെന്ന് പിന്നെ അതിലേക്ക് ആയിപ്പോകരുത്. അദ്ദേഹത്തിൻ്റെ കേൾക്കുന്ന ഒരാളാകരുത്. കാരണം പഠിപ്പിക്കുന്നത് സലഫി മനഹജായിരിക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളും ആദ്യത്തെ 3 തലമുറക്കാണ് സലഫുകൾ എന്ന് പറയാം. സലഫുകൾ എന്ന മുൻഗാമികൾ. അവരെ പിൻപറ്റുന്നവർക്കാണ് സലഫികൾ എന്ന് പറയാം. ആ 3 തലമുറയെ പിൻപറ്റുന്നവർ. അതാണ് ഏറ്റവും ഖൈറുന്നാസ് എന്ന്. ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി തലമുറയാണ് ഏറ്റവും നല്ല തലമുറ. പിന്നീട് അതിന് ശേഷം വന്ന തലമുറ. പിന്നീട് അതിന് ശേഷം വന്ന തലമുറ. അപ്പോൾ ഇതുപോലത്തെ യൂട്യൂബ് പ്രാസംഗികർ യുടെ ഒരു വിഷയം എന്താ? ഇങ്ങനെ ഈ രീതിയിലുള്ളൊരു മനഹജ് ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക? കൂടുതൽ ആളുകൾ പ്രസംഗങ്ങൾ കേൾക്കാൻ വരും, പ്രഭാഷണങ്ങൾ കേൾക്കാൻ വരും, ഫത്വകൾ ചോദിക്കാൻ വരും. കാരണം എന്താ? ഇവിടെ എതിർപ്പില്ല. ഇവിടെ തിന്മ തടയുന്ന വിഷയമില്ല. കാരണം നന്മ കൽപ്പിക്കുക, തിന്മ തടയുക എന്ന ആയത്ത് പ്രയോഗവൽക്കരിക്കുമ്പോഴാണ് ബാറക്കല്ലാഹു ഫീക്കും ബിദ്അത്തിനെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ താക്കീത് ചെയ്യുമ്പോഴാണ് ബാറക്കല്ലാഹു ഫീക്കും. അത് സമൂഹത്തെ പഠിപ്പിക്കുമ്പോഴും അത് പറയുമ്പോഴാണ് ബാറക്കല്ലാഹു ഫീക്കും ആളുകൾ കേൾക്കുന്ന എണ്ണം കുറയുക. അത് സ്വാഭാവികമാണ്. അതങ്ങനെയാണ് സംഭവം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നന്മ കൽപ്പിക്കുക, തിന്മ തടയുക, തൗഹീദ് പറഞ്ഞു, ശിർക്ക് പറഞ്ഞു. എന്ത് സംഭവിച്ചു? പീഡനങ്ങൾ സംഭവിച്ചു, അക്രമങ്ങൾ സംഭവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നീ കുടുംബ ബന്ധം തകർക്കാൻ വന്ന ആളാണോ? ബദ്ർ യുദ്ധം നടന്നത് സ്വന്തം കുടുംബത്തോടും ബന്ധുക്കളോടുമല്ലേ? ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് പ്രബോധനം ചെയ്യുമ്പോൾ, നന്മ കൽപ്പിക്കുമ്പം, തിന്മ തടയുമ്പം എന്ത് സംഭവിക്കും? ആളുകൾക്കൊന്നും ഇതിൻ്റെ ഇൽമില്ലാത്തത് കൊണ്ട് എന്ത് സംഭവിക്കും? അവർ നമ്മളോട് അടുക്കുന്നത് കുറയും. അങ്ങനത്തെ പ്രകൃതിയിലുള്ള ആൾക്കാർ. അതേസമയത്ത് സത്യം മനസ്സിലാക്കിയവർ, അവർ എപ്പോഴും മിക്കവാറും ഏത് സമയത്തും അധിക സമയത്തും അവർ കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ സത്യം മനസ്സിലാക്കുന്നവർ. പ്രത്യേകിച്ച് അവസാന കാലഘട്ടം അടുക്കുന്നോറും ആ രീതിയിലാണ് സംഭവിക്കുക. പിന്നെ ഈസാ നബി അലൈഹിസ്സലാം വരുന്ന, ആ ഇമാം മെഹദി വരുന്ന സമയത്ത് വീണ്ടും എന്താണ് ഒരു വർധനവുണ്ടാവുള്ളൂ. അല്ലാതെ അവസാന കാലഘട്ടം വരുമ്പോൾ എന്താണ് സംഭവിക്കുക? സത്യത്തിൽ നിൽക്കുന്നവർ കുറഞ്ഞു വരും. സത്യം പറയുന്നവരെ ആളുകളായിട്ടും കള പറയുന്നവരെ സത്യം പറയുന്നവരായിട്ടും ആകും. പക്ഷെ ആളുകൾ കൂടുതൽ എങ്ങോട്ടാ പോവുക? ഇതുപോലത്തെ പ്രാസംഗികന്മാരെ കേൾക്കാനാ പോവുക. കാരണം അവർ എന്താണ് ഈ പിന്നെ ഈ വിരോധിക്കാത്ത, തടയാത്ത കാര്യങ്ങളാ പറയുക. നേരത്തെ പറഞ്ഞില്ലേ, കുടുംബ ബന്ധങ്ങൾ, അയൽപക്ക ബന്ധങ്ങൾ, വീടുണ്ടാക്കുന്ന കാര്യങ്ങൾ,
സദക്ക കൊടുക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളാ പറയാ. അവരെ വക കുറേ ചാരിറ്റി റിലീഫും അങ്ങനത്തെ ദാനധർമ്മ പ്രവർത്തനങ്ങളും ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ എന്താണ്, ആളുകളെ പിന്നെ ആകർഷിക്കാനാണ് അവരെ നിയത്ത്. കുറേ ആളിൻ്റെ പ്രസംഗം കേൾക്കണം, കുറേ ആൾ എന്നോട് ഫത്വ ചോദിക്കണം, ബാറക്കല്ലാഹു ഫീക്കും. ഇതാണ് അവരുടെ ഉദ്ദേശം. ഇപ്പോൾ യൂട്യൂബിലൊക്കെ ആണെങ്കിൽ കുറേ ലൈക്ക് കിട്ടണം, കുറേ ആളുകളെ വ്യൂസ് കിട്ടണം. ഇതാണ് അവരുടെ ലക്ഷ്യം. അപ്പം എന്ത് സംഭവിക്കുന്നു? അവർക്കത് കിട്ടുന്നുമുണ്ട്. ഇങ്ങനത്തെ ആളുകളുടെ പ്രസംഗങ്ങൾ കേട്ടാൽ, നമ്മൾ യൂട്യൂബിൽ പോയാൽ അവരുടെ വ്യൂസ് നോക്ക്, അവരുടെ ലൈക്സ് നോക്ക്. ബാറക്കല്ലാഹു ഫീക്കും. ഭയങ്കര വർധനയാണ്. അതേസമയം സത്യം പറയുന്നവരുടെ പിന്നെ വ്യൂസ് നോക്ക്, ലൈക്സ് നോക്ക്, വളരെ കുറവാണ്. അത് ഹദീസിൽ പറഞ്ഞതുപോലെ തന്നെ. ഇതുപോലത്തെ കാലഘട്ടങ്ങളിൽ സത്യം മനസ്സിലാക്കുന്നവർ, സത്യത്തോട് അടുക്കുന്നവർ വളരെ കുറവായിരിക്കും. ബാറക്കല്ലാഹു ഫീക്കും. നമുക്കിവിടെ നിർത്താം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. പിന്നെ നമ്മളിവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ വിദേത്തുകാരുടെ പിന്നെ ആളുകൾ കാണുന്നതും ആളുകൾ പോകുന്നതും വലിയൊരു സംഘമാണെങ്കിലും അവിടെ എത്തുന്ന സന്ദേശം അസത്യമാണ്. അതുകൊണ്ട് പരലോകത്ത് ഒരു നേട്ടവും ഇല്ല, നഷ്ടമാണ്. അതേ സമയത്ത് സത്യസന്ധരായവർ, അവർ പ്രബോധനം ചെയ്യുമ്പം, അവർ കാര്യങ്ങൾ പറയുമ്പം ആളുകൾ കുറച്ചേ ഉള്ളൂ എങ്കിലും, കുറച്ച് ആളുകളെ കാണുന്നുള്ളൂ, കേൾക്കുന്നുള്ളൂ എങ്കിലും, പക്ഷെ ആ പറയുന്നതൊക്കെ സത്യമാണ്. ബാറക്കല്ലാഹു ഫീക്കും. അത് പരലോകത്ത് ഹൈറാണ്. ബാറക്കല്ലാഹു ഫീക്കും. ഇവിടെ നിർത്താം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.